പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അനഘയും ഡോക്ടറും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. അനഘയുടെ സങ്കടമെല്ലാം കേട്ടിട്ട് ഡോക്ടർ പറയുകയാണ്, ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അപ്പോൾ അനഘ പറയുകയാണ്, ഞാനിപ്പോൾ എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ മകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഡോക്ടറെ കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി എന്ന് പറയുകയാണ്. എൻ്റെ മകളെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം. മോള് സുരക്ഷിതമായി ജീവിക്കുന്നു എന്ന് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. എങ്കിലേ എനിക്ക് എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് സങ്കടത്തോടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അതിനുശേഷം അനഘയാണെങ്കിൽ റോഡിൽ വന്നതിന് ശേഷം അനഘ സങ്കടത്തോടെ തന്നെയാണ് നിൽക്കുന്ന. അബിയാണെങ്കിൽ നബിയെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടല്ലോ അനഘ. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് അനഘ അറിയാതെ തന്നെ പൊട്ടിക്കരയുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ റോഡൊന്നും പിന്നീട് മനസ്സിലാവുകയാണ്. അങ്ങനെ കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്. അനഘ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അബിയാണെങ്കിൽ നബിയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അതിനുശേഷം അബി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചോളാമെന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഈ സമയം പുറത്തുനിന്നൊന്നും കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ഇപ്പോൾ ഈ സമയം ആഗ്രഹിക്കുന്ന എല്ലാ ഫുഡുകളും വാങ്ങിച്ചു കൊടുക്കണം. അധികമായി ഒന്നും ചേർക്കാത്ത സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇവൾക്ക് ആഹാരമൊക്കെ വാങ്ങിക്കൊടുക്കുന്നതെന്ന്. അപ്പോൾ അനഘയുടെ ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അബിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറയുകയാണ്. അപ്പോൾ നബിയെ ചോദിക്കുകയാണ്, ആരാ അബിയെ വിളിച്ചതെന്ന്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, കമ്പനിയിൽ നിന്നാണ് വിളിച്ചത്, എന്നെ കാണാത്തതുകൊണ്ടാണ് വിളിച്ചതെന്ന് ഇങ്ങനെ പറയുകയാണ്. ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ജോലി സമയം കമ്പനിയിൽ നിന്ന് മാറി നിന്നത് പ്രശ്നമാവുമോ എന്ന്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ടാണ് വന്നതെന്ന് ആദർശേട്ടൻ അറിഞ്ഞാൽ ഒന്നും പറയത്തില്ലല്ലോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം കനകയുടെ അമ്മയുടെ അടുത്ത് നല്ലതുപോലെ നവ്യ നോക്കണമെന്നൊക്കെ പറയുകയാണ്. ഇനി പ്രസവത്തിന് അധികം സമയമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, അതൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യത്തില്ലേ, തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അബി പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അബി പോവുകയാണ്. പോയതിന് ശേഷം ഗോവിന്ദൻ പറയുകയായിരുന്നു, അബിക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അബിയെ നല്ല രീതിയിൽ ആരോ ഉപദേശിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ മറ്റാരുമല്ല, അത് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയായിരിക്കും, അതുകൊണ്ടാണ് അബി ഇങ്ങനെ മാറിയത് എന്ന്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, അബി മാറിയല്ലോ, എന്നിട്ടും അവൻ്റെ അമ്മ എന്താ മാറാത്തതെന്ന്. നവ്യ പറയുന്നുണ്ടായിരുന്നു, ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അമ്മാവിക്ക് കൂട്ടായിട്ട് അനാമിക ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഒരിക്കലും അമ്മാവി നന്നാകില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി എന്ന്. എന്താ പറയുന്നുണ്ടായിരുന്നു, അനിയെ അനാമിക സ്നേഹിച്ചിരുന്നെങ്കിൽ അനി ഒരിക്കലും നന്ദുവിൻ്റെ പുറകെ നടക്കില്ലായിരുന്നു എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, അവൾക്കൊരിക്കലും കഴിയില്ല അനിയെ സ്നേഹിക്കാൻ, അവൾ അത്രയ്ക്ക് പെശകാണ് എന്ന്. അവളുടെ സ്വഭാവം നേരത്തെ അറിഞ്ഞിരുന്ന വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. നമ്മുടെ അനിയത്തി നന്ദു തന്നെ അവിടേക്ക് വന്നാൽ മതിയായിരുന്നു. നവ്യ പറയുന്ന സമയത്ത് ഗോവിന്ദൻ പറയുകയാണ്, അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്ന്. ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അനിയും നന്ദു ഫോൺ വിളിയൊന്നും കാണത്തില്ല അല്ലേ മോളെ എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, ഇനി എന്തായാലും നന്ദു വിളിച്ചില്ലെങ്കിൽ അനി നന്ദുവിനെ വിളിക്കാതെ ഇരിക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നന്ദു വിളിക്കാത്തത് കൊണ്ട് ഇനിയിപ്പോൾ നന്ദുവിൻ്റെ അനിയുടെ മനസ്സൊക്കെ മാറുമായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുകയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അബി അനഘയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബി വന്നപ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, ഇപ്പോൾ എന്തിനാവണാവോ എന്നെ വിളിച്ച് വരുത്തിയെന്ന്. അപ്പോൾ അനഘ വന്ന ഉടൻ തന്നെ അബിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആ പെൺകുട്ടി ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി ചോദിക്കുകയാണ്, ഏത് പെൺകുട്ടി എന്ന്. കുറച്ച് മുമ്പേ നിൻ്റെ കൂടെ പാർക്കിലൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നല്ലോ, അതാരാന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അബിക്കാണെങ്കിൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. നിൻ്റെ കൂടെ ഒരു സാവകാശം പറഞ്ഞിരുന്നല്ലോ, അത് കഴിഞ്ഞാൽ നിൻ്റെ മകളെ ഞാൻ ഏറ്റെടുക്കുമെന്ന്. അപ്പോൾ അനഘ പറയുകയാണ്, നീ കൂടുതലൊന്നും പറയണ്ട എന്ന്. അതിനുശേഷം അനഘ ചോദിക്കുകയാണ്, ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, നിൻ്റെ കൂടെ കണ്ട പെൺകുട്ടി ആരാന്ന് ചോദിക്കുമ്പോൾ അബിക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അനഘ പറയുകയാണ്, അത് നിൻ്റെ ഭാര്യയായിരുന്നു നവ്യ, അതെനിക്ക് നല്ലതുപോലെ അറിയാം, നിൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ ആ കുട്ടി ഗർഭിണിയാണെന്ന് എനിക്കറിയാം. നിൻ്റെ കല്യാണത്തിന് പങ്കെടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. കള്ളക്കഥകളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ചേട്ടൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണിനെ നീ തട്ടിയെടുത്തവനല്ലേ, എന്നിട്ട് നിൻ്റെ ചേട്ടൻ നബിയുടെ അനിയത്തിയായ നയനയല്ലേ വിവാഹം ചെയ്തതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും അനഘ അറിഞ്ഞു എന്ന് അബിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അബി പറയുകയാണ്, ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയാതിരുന്നത്. അനഘ പറയുകയാണ്, നീ കല്യാണം കഴിച്ചാലെങ്കിൽ നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാവുമല്ലോ, നീ വിവാഹം കഴിച്ച് നിനക്കൊരു കുടുംബം ആവണമെന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നീ വിവാഹം കഴിച്ചാലോ നിനക്കൊരു കുട്ടികളുണ്ടായാലോ എനിക്കൊരു കുഴപ്പമില്ല, നീ എൻ്റെ മകൾക്ക് എന്നോ ഒരു അച്ഛനായിരിക്കണം, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. നാളെ എന്ന് പറഞ്ഞു നടക്കുന്ന ഞാനാണ്, അതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുകയാണ്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അതുകൊണ്ട് അതിലെനിക്ക് സമാധാനമായെന്ന് പറയുകയാണ്. ടെൻഷൻ അങ്ങ് മാറിക്കിട്ടിയെന്ന് പറയണം. അപ്പോൾ അനഘ പറയുകയാണ്, നീ എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറയുമെന്ന്. കൊച്ചുമകളുടെ അച്ഛൻ നീയാണെന്ന് പറയാൻ അതിലൊരു മാറ്റവുമില്ല എന്ന് ദേഷ്യത്തെ പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോവുകയാണ്.
അവിടെ നിന്ന് പോയതിന് ശേഷം അബിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയതിന് ശേഷം അബി കാറിൽ ഇരിക്കുകയെന്ന് പോവുകയാണെങ്കിലും അനഘ പറഞ്ഞ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർമ്മിച്ചാണ് അബി പോകുന്നത്. ഇനി മുത്തശ്ശനെ വിളിച്ച് അനഘ പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തൊക്കെയാണ് അബി പോകുന്നത്. മകളാന്നുള്ള കാര്യങ്ങൾ പറയുകയും ഞാനാണ് ഇനി ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇനിയിപ്പോൾ അനഘ വിളിച്ച് മുത്തശ്ശൻ്റെ അടുത്ത് പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെ അബി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അനഘ വീട്ടിലെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്തുമോൾ ഓടി വരികയാണ്. അപ്പോൾ ചന്തുമോൾക്ക് കൊടുക്കാൻ വേണ്ടി പാവയൊക്കെ കൊണ്ടാണ് അനഘ വന്നത്. മോളെ കാണുമ്പോൾ തന്നെ അനഘയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ അനഘ പാവയൊക്കെ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ തന്നെ അനഘ കരഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ചന്തുമോൾ ചോദിക്കുകയാണ് എന്തിനാ അമ്മ കരയുന്നതെന്ന്. അപ്പോൾ അനഘ പറയുകയാണ് കണ്ണിൽ പൊടി പോയതാണ്, അതുകൊണ്ടാണ് കരഞ്ഞതെന്ന്. അതിനുശേഷം ചന്തുമോൾക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തുകയാണ് അനഘ. അപ്പോൾ അനഘയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ ചന്തുമോളാണെങ്കിൽ പാവയൊക്കെ എടുത്ത് കളിക്കുകയാണ്. ഒക്കെ നോക്കി സങ്കടത്തോടെ അനഘ ഇരിക്കുകയാണ്. ശേഷം മുത്തശ്ശനാണെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ മനസ്സിൽ വിചാരിക്കുകയാണ് സൂര്യ നമസ്കാരം തടസ്സപ്പെടുത്തി വിളിക്കുന്ന കോൾ അത്ര സുഖമുള്ള കോളല്ലായിരിക്കും. അപ്പോൾ മുത്തശ്ശൻ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ അനഘ പറയുകയാണ് ഞാൻ അനഘയാണ്, എനിക്കൊരു മകളുണ്ട്, എൻ്റെ മകളെ സാറ് ഏറ്റെടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ തിരിച്ച് ചോദിക്കുകയാണ് കുട്ടി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന്. അനഘ പറയുകയാണ് ഞാൻ നല്ല സ്വഭാവത്തോടെ തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്, സാറിൻ്റെ കൊച്ചുമകൾ തന്നെയാണ് എൻ്റെ മകൾ, സാറിൻ്റെ കൊച്ചുമകൻ്റെ മകളാണ് എൻ്റെ മകളെന്ന് കേൾക്കുമ്പോൾ മുത്തശ്ശൻ അതിശയമാവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ അതിശയത്തോടെ ചോദിക്കുകയാണ് എൻ്റെ ഏത് കൊച്ചുമകൻ്റെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണെങ്കിൽ ഫോണും കട്ടാവുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ തിരിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മുത്തശ്ശൻ വിളിക്കുന്ന ഒന്നും ഫോൺ കിട്ടുന്നില്ലായിരുന്നു. കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഏത് കൊച്ചുമകൻ്റെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി പറയുകയും ചെയ്തില്ലല്ലോ, അതിന് മുമ്പ് ഫോൺ കട്ടാവുകയും ചെയ്തല്ലോ എന്നും. എന്നിട്ട് ആദർശ് നൈനിയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയുകയാണ് നേരത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയുടെ ഒരു വിളിയുണ്ടായിരുന്നു, ഫുഡൊക്കെ എങ്ങനെയുണ്ട്, ഒക്കെ കൊള്ളായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ നൈനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ നൈനയുടെ അഭിപ്രായമല്ലേ ചോദിച്ചാൽ നിൻ്റെ അഭിപ്രായമാണെന്ന് അമ്മ പറയുമായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലായ അമ്മ മരുമകളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയായിരുന്നു ഫുഡൊക്കെ കൊടുത്തു വിട്ടിട്ട് ഫോൺ വിളിച്ചിരുന്നതാണ്. അമ്മയെ മോൾ കൂടി ഒപ്പിച്ചെന്നൊക്കെ ഇങ്ങനെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ നൈന പറയുകയാണ് അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അമ്മയുടെ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് പോവുകയാണ്. ഇപ്പോഴാണ് ദേവയാനിയുടെ വിളി വരുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അമ്മ വിളിക്കുമെന്ന്, അതുപോലെ അമ്മ വിളിച്ചല്ലോ എന്ന്. നൈനയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചോ എന്നുള്ള വിവരങ്ങൾ തിരക്കാൻ വേണ്ടി തന്നെയാണ് ഫോൺ വിളിച്ചിരുന്നത്. ഫുഡൊക്കെ നന്നായിരുന്നു എന്നിങ്ങനെ നൈന പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മയുടെ മരുമകളോട് പറയുന്നതാണ് ഫുഡൊന്നും കൊള്ളത്തില്ല എന്ന്. ആദർശ് ഫോൺ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് അമ്മയുടെ മരുമകൾ വെറുതെ പറഞ്ഞാണ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശിന്റെ ദേവയാനി പറയുകയാണ് അവളുടെ അഭിപ്രായം അവൾ നേരത്തെ പറഞ്ഞാണല്ലോ, നിനക്ക് ഫുഡ് കൊള്ളില്ല എന്ന് തോന്നുന്നുണ്ട്, നീ കഴിക്കണ്ട എന്ന് പറയുകയാണ് ദേവയാനി. അങ്ങനെയായോ എന്ന് ആദർശ് ചോദിക്കുകയാണ്. നേരത്തെ മരുമകളുടെ വിവരം അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു, ഇപ്പോൾ എന്നെ ഒഴിവാക്കി മരുമകൾക്ക് തായോ സ്നേഹം കൂടുതൽ എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. ദേവയാനി പറയുന്നത് അടുത്ത കാലത്തിൽ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങി, അതുകൊണ്ട് ഇനി മുക്കാലും ഞാൻ അവളെ സ്നേഹിക്കും, കാൽഭാഗം മാത്രമേ നിന്നെ സ്നേഹിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നൈനെ എടുത്ത് സംസാരിക്കാൻ വേണ്ടി ഫോണൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നൈന ചോദിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ്. വീട്ടിലെ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ, വൈകുന്നേരം കുറച്ച് നേരത്തെ വരുമ്പോൾ ഞാൻ ചായ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറയുകയാണ്. എന്നെ പറയണ അമ്മ കഷ്ടപ്പെടുന്ന ഞാൻ വന്നിട്ട് ചായ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളാം എന്ന് ഞാൻ പറയുകയാണ്. അതിനുശേഷം ഫോണൊക്കെ കട്ട് ചെയ്യാനതിന് ശേഷം മുത്തശ്ശനാണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് പെട്ടെന്ന് ആദർശിനെ കാണണമെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പക്ഷെ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞല്ലേ എന്തോന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിനടുത്ത് മുത്തശ്ശൻ പറയുകയാണ് പെട്ടെന്ന് വീട്ടിലേക്ക് വാ, വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന്. ആദർശ് പറയാൻ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ്. മുത്തശ്ശൻ എന്താ വിളിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് മുത്തശ്ശൻ എന്തോ പറയാനുണ്ട്, കാര്യമുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശൻ വിളിച്ചതല്ലാതെ ജോലി സമയത്ത് മുത്തശ്ശൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ എല്ലാവർക്കും എന്തോന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് മുത്തശ്ശന് അങ്ങനെ ആവശ്യത ഉണ്ടെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കില്ല, വിളിച്ച് ഹോസ്പിറ്റലിൽ എന്നെ പറയുകയാണ് അമ്മ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് മുത്തശ്ശൻ എന്തെങ്കിലും കാര്യം കാണും, അല്ലാതെ മുത്തശ്ശൻ വിളിക്കത്തില്ല, അല്ലാതെ സമയം മുത്തശ്ശൻ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. മുത്തശ്ശനാണെങ്കിൽ അനഘ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തോണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശനെ ഒരാൾ വിളിക്കുന്നുണ്ടായിരുന്നു. അനഘയുടെ ബന്ധു പറയാണ് നേരത്തെ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അനഘയുടെ ബന്ധുവാണ് ഞാനെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശനെ അനഘയുടെ ബന്ധു വിളിക്കുന്നുണ്ടായിരുന്നത്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി സംസാരിക്കുന്ന ഇടയിൽ എന്തിനാ കോൾ കട്ട് ചെയ്തതെന്ന്. അപ്പോൾ അനഘയുടെ ബന്ധു പറയുകയാണ് ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സീരിയസ് ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുകയാണ്. ഐസിയിലാണെന്ന് പറയുമ്പോൾ ടെൻഷനായിട്ട് നിൽക്കുന്ന മുത്തശ്ശനെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.